അവസ്ഥയില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു ഫാമിലിയാണ്, ഒരു അമ്മയാണ്, എനിക്കൊരു ഇമേജ് ഉണ്ട്. അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ്. ഈ ഒരു കമന്റ് ഞങ്ങൾ എവിടെ നോക്കിയാലും, ഞങ്ങൾ എന്ത് പോസ്റ്റ് ഇട്ടാലും അതിലിങ്ങനെ വരുന്നുണ്ട്. ആദ്യം ഞങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ കയ്യിൽ എത്തിയപ്പോ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചുതരാം. അത് ആദ്യം കാണിച്ചു. അതെ, ഞങ്ങളത് ഒളിച്ചും പാത്തും കൊണ്ടു നടന്ന ഫോട്ടോ ഒന്നുമല്ല. അത് ആദ്യം കാണിച്ചുതരാം. ഇത് എന്റെ ഇൻസ്റ്റാ ഐഡി ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ ഇൻസ്റ്റാ ഐഡി ആണ് ഈ ഫോട്ടോ. ഇതൊരു ഫോട്ടോയാണ്. ഫെബ്രുവരി 8 ഞാൻ പോസ്റ്റ് ചെയ്ത എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഫോട്ടോയാണിത്. ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത്. ഇന്ന് തന്നെ അക്കൗണ്ട് കിടക്കുന്ന ഫോട്ടോ ആണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇതെല്ലാവരും വിചാരം ഞങ്ങളെന്തോ ഞങ്ങളുടെ ഫോണിൽ അറിയാതെ മിസ്സായതാണ് എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത്. ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഒരു 4 വീഡിയോ, അത് ആരുടെയോ ഒരു വീഡിയോ ആണ്, ഞങ്ങളുടെതല്ല. ഒന്നാമത്തെ കാര്യം പറയാം, അത് ഞങ്ങളുടെതല്ല എന്ന് തെളിയിക്കാൻ വേറെ ഒന്നും വേണ്ടതാ. ഞങ്ങളുടെ 2 പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞാൽ അത് ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ, അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണ് അത് ഞങ്ങളുടേതാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അതിൽ ചെറുതായിട്ട് എവിടെയോ ആ പെണ്ണിന്റെ മുഖമൊന്നും മര്യാദയ്ക്ക് മൊത്തത്തിൽ കാണുന്നില്ല. ഇങ്ങനെ പിടിച്ച എന്തോ ഒരു ഇതാണ് ചെറുതായിട്ട് എവിടെയോ. അതായത് എനിക്കൊന്ന് നെറ്റി എങ്ങാണ്ട് ചെറുതായിട്ട് ഒരു ഫേസ് കട്ട് ഉണ്ട്, അത്രേ ഉള്ളൂ. എഡിറ്റിംഗ് എനിക്കറിയില്ല ഇനിയിപ്പോ എഡിറ്റ് ചെയ്താണോ, പക്ഷെ എവിടെയോ ചെറിയൊരു ഫേസ് കട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കയ്യിൽ ടാറ്റോ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല മറുകും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. അതപ്പോ നിങ്ങൾക്ക് നമുക്ക് തുറന്നു കാണിക്കാൻ പറ്റില്ല. ഇത് ഞങ്ങൾ തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതില്. ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ്, ആ ഒരു വോയിസ് കേൾപ്പിക്കാം മൂസേ, ഒറ്റ വോയിസ് കേൾപ്പിക്ക്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ വിൽക്കുന്നുണ്ട്. ചെറിയ ചെറിയ ചെക്കന്മാരതും. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ്. അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ. ഓരോ ഗ്രൂപ്പിന്റെ പേര് സ്വർഗവാതില്. ഇന്നലെ നോക്കിയപ്പോ എത്ര 938 പേര് ഒരു ഗ്രൂപ്പില്. അതിൽ പകുതി മുക്കാലും ചെറിയ ചെറിയ ചെക്കന്മാരാണ്. നിങ്ങൾ ഈ രക്ഷിതാക്കൾ ആദ്യം ഒരു കാര്യം ചിന്തിച്ചു, ഇപ്പൊ ഫോൺ കൊടുക്കുമ്പോ നിങ്ങൾ ചെക്ക് ചെയ്യും നിങ്ങളുടെ മക്കളെ ഫോണില് ഗ്രൂപ്പ്. ടെലഗ്രാമിൽ ഞങ്ങൾ പൊക്കി. ഫസ്റ്റ് ഞങ്ങൾ അവനാണ് പൊക്കണത്. ടെലഗ്രാമിൽ പൊക്കിയിട്ട് കാരണം അവനെ പൊക്കിട്ട് ഞാൻ പറയാൻ പറ്റുന്നില്ല. നീ ആദ്യം ഒരു ഞാൻ കേൾപ്പിച്ചു ഒരുത്ത മാപ്പ് പറയുന്നു. ഒരുത്തനല്ല, ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. എന്തൊരു പറഞ്ഞാലും തീരുമെന്ന് എനിക്കറിയാം. ചെറിയ ചെറിയ ഞാൻ പറയാം, ഈ ചെക്കന്മാര് പറയുന്ന കാര്യം, എന്റെ വീട്ടിൽ അച്ഛനില്ല, അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത്. കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ചില ആൾക്കാർ പറയാ, ഇത്ര ലക്ഷം കൊടുത്ത് തന്നെ പഠിപ്പിക്കുന്നുണ്ട്, കഷ്ടപ്പെട്ടിട്ട് ലോൺ എടുത്താ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ പുറത്തറിഞ്ഞ എന്റെ വീട്ടുകാരറിഞ്ഞ എനിക്ക് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കന്മാർ ഈ പറയുന്നത്. നിങ്ങൾ രക്ഷിതാക്കളെ എല്ലാം ശ്രദ്ധിച്ചാൽ